ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് കോഴിക്കോട്ടേക്കില്ല. കൊച്ചിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് കളിക്കും. വാടക കുറച്ച് GCDA സ്റ്റേഡിയം വിട്ടു നൽകും. GCDAയും ബ്ലാസ്റ്റേഴ്സും സംയുക്ത വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ നാളെ പ്രഖ്യാപിക്കും. അബ്ദുൾ റഹീം വിവരങ്ങളുമായി ചേർന്നു. റഹീമെ, മലബാറിലെ ഫുട്ബോൾ ആരാധകർക്ക് ആവേശം പകരാൻ ബ്ലാസ്റ്റേഴ്സ് എത്തുന്നു എന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും അറിഞ്ഞിരുന്നു. അത് ഈ KFA പ്രസിഡന്റ് തന്നെ അക്കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുമാണ്. പെട്ടെന്നുള്ള മാറ്റത്തിനുള്ള കാരണം എന്താണ് റഹീമെ? സേതു, ഈ 12ാം ISL പടിവാതിക്കൽ എത്തി നിൽക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഹോം ഗ്രൗണ്ട് ഇല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കൊച്ചിയിലാണ് ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ട് മത്സരങ്ങൾ നടത്തിയിരുന്നത്. അത് കോഴിക്കോട്ടേക്ക് മാറുന്നു എന്നുള്ളതായിരുന്നു. കാരണം ഈ അതായത് ഈ ഗ്രൗണ്ടിന്റെ ഫീസ് ഇനത്തിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഉയർച്ച വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിട്ട് കോഴിക്കോട്ടേക്ക് മാറുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വന്നത്. കൂടാതെ ഈ അർജന്റീനയുടെ വരവുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയത്തിന്റെ നവീകരണം അടക്കം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ സ്റ്റേഡിയത്തിന്റെ നവീകരണം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് കോഴിക്കോടേക്ക് മാറുന്നു, ഹോം ഗ്രൗണ്ട് മാറ്റുന്നു എന്ന തരത്തിൽ തീരുമാനമെടുത്തതും അതിൽ ഏകദേശ ധാരണയൊക്കെ ആയതും. പക്ഷേ അതിൽ GCDA ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ കൊച്ചിയിലേക്ക് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രധാനമായും നാളെ ഈ GCDA ഭാരവാഹികളും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാരവാഹികളും നാളെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹോം മാച്ചുകൾക്ക് കോഴിക്കോട് കോർപ്പറേഷൻ ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതിലൊരു വ്യക്തത കൈവന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഇത്തരത്തിൽ കൊച്ചിയിലേക്ക് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മടങ്ങിയെത്തുന്നത്. അത് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം തന്നെയാണ്. കാരണം കൊച്ചിയിൽ നിന്ന് ISL മത്സരങ്ങൾ മാറ്റുന്നതിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ ഒഫീഷ്യൽ ഫാൻ ബേസ് ആയിട്ടുള്ള മഞ്ഞപ്പട അടക്കം രംഗത്ത് വന്നിരുന്നു. കാരണം കൊച്ചിയിൽ നിന്ന് മത്സരങ്ങൾ മാറ്റുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിടും എന്നുള്ളതായിരുന്നു മഞ്ഞപ്പട അടക്കമുള്ള ഫാൻസ് അസോസിയേഷനുകൾ അറിയിച്ചിരുന്നത്. ഏതായാലും അവരുടെ ആവശ്യം അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കൊച്ചിയിലെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സേതു, അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത്.